വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ യേശുവിന്റെ വക്ഷസ്സിൽ ചാരിയിരുന്ന് ആ ഹൃദയത്തുടുപ്പുകളുടെ ഊഷ്മളതയും മാധുര്യവും തീവ്രതയും അതിന്റെ പാരമ്യത്തിൽ അനുഭവിച്ച വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് തിരുഹൃദയത്തിന്റെ ആദ്യ ഭക്തനും പ്രഥമ പ്രേക്ഷിതനും. അവിടുത്തെ ഹൃദയസ്പന്ദനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച യോഹന്നാൻ ദൈവമാതാവായ മറിയത്തെ പിറ്റേ ദിവസം തന്നെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു. അതെ, മനുഷ്യനായ യേശുവിന്റെ ആദ്യ ഹൃദയമിടിപ്പിന്റെ നിമിഷം മുതൽ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന മറിയത്തിന്റെ വിമല ഹൃദയം അവിടുത്തെ തിരുഹൃദയത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ പാർശ്വത്തെ പിളർന്ന ആ കുന്തം തുളച്ചു കയറിയത് കുരിശിൻ ചുവട്ടിൽ മകന്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന ദൈവമാതാവിന്റെ ഹൃദയത്തെ കൂടിയായിരുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന ശിമയോന്റെ പ്രവചനമായിരുന്നു കുരിശിലെ യാഗവേദിയിൽ പൂർത്തിയായത്. തന്റെ ഉദരത്തിൽ മാംസം ധരിച്ച നിമിഷം മുതൽ കാൽവരി ബലിയോളം ദൈവപുത്രന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റവും വ്യക്തതയോടെ ഗ്രഹിച്ചവളും അറിഞ്ഞവളുമായിരുന്നു ദൈവമാതാവ്. ദൈവപുത്രന്റെ തിരുഹൃദയത്തിന് ഭൂമിയിൽ സാന്ത്വനം പകർന്നവളും കാലിക്കോട് മുതൽ കാൽവരിയോളം തന്റെ ദിവ്യസുതന്റെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും അനുഭവിച്ചവളും കുരിശിലെ പുത്രന്റെ ബലിയോട് ചേർത്ത് സ്വയം ബലിയായവളുമായിരുന്നു അവൾ. തിരുഹൃദയത്തെ സ്വശരീരത്തിൽ ഗർഭാവസ്ഥയിൽ ഉടനീളം സംവഹിച്ച അവളുടെ വിമല ഹൃദയം അഭേദ്യമാംവിധം അവളുടെ പുത്രന്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. തിരുഹൃദയത്തിൽ എത്തിച്ചേരുവാനുള്ള എളുപ്പവഴിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം തിരുഹൃദയത്തെ സ്നേഹിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതെങ്ങനെയെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നുവെന്ന് എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതിൽ പരിശുദ്ധ മറിയമായിരുന്നു തന്റെ തുണയും മാതൃകയുമെന്ന് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി തന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. തിരുഹൃദയത്തിൽ നിന്നും തന്നെ അകറ്റാനായി പരിശുദ്ധ അമ്മയുമായുള്ള തന്റെ ബന്ധം മുറിക്കുവാൻ പിശാച് നേരിട്ട് പരീക്ഷണങ്ങളും പീഡനങ്ങളും തുറന്നുവിട്ടിരുന്നതായി അവൾ പറയുന്നു. അവൾ എഴുതി, പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയെ വിളിക്കുകയും അമ്മയുടെ അടുക്കലേക്ക് ഓടുകയും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ അഭയം തേടുകയും ചെയ്യുമായിരുന്നു. അമ്മയിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചത്. യേശുവിന്റെയും മറിയത്തിന്റെയും ഹൃദയങ്ങളോട് തന്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന മിസ്റ്റിക് അനുഭവങ്ങളും അവൾക്ക് ലഭിച്ചു. വർണ്ണനാതീതമായ സ്നേഹപാരമ്യത്തിന്റെ ആ നിമിഷങ്ങളിൽ ദൈവഹിതം നിറവേറ്റാനുള്ള തിരുഹൃദയത്തിന്റെയും വിമല ഹൃദയത്തിന്റെയും സമാന ഭാവങ്ങളും ആ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന സ്നേഹത്തിന്റെ തീവ്രതയും അവൾ അഗാധമായി ഗ്രഹിച്ചു. യേശുവിന്റെ തിരുഹൃദയവും മറിയത്തിന്റെ വിമല ഹൃദയവും വേർതിരിച്ച് കാണാനാവാത്ത വിധം ഐക്യപ്പെട്ടിരിക്കുന്നവയാണെന്ന സഭാ പഠനത്തിന് അവൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു.